ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു അക്കൗണ്ടിങ് ആപ്ലിക്കേഷനാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻവോയ്സ് ഉണ്ടാക്കാം. നമുക്ക് അക്കൗണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് സൂക്ഷിക്കാം. ഇതിന് യാതൊരു പേയ്മെൻറ്റും ഇല്ല. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് VYAPAR വ്യാപാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വരും. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് നോക്കാം, പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം, നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് നോക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന ടാലി അതുപോലുള്ള മറ്റ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമുക്കിത് ഡെസ്ക്ടോപ്പിലും വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. മൊബൈലിൽ ഈസി ആയിട്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ത്രൂ തന്നെ ഇൻവോയ്സ് PDF ആയിട്ട് അയച്ചു കൊടുക്കാം. കസ്റ്റമർക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം, ഇമെയിൽ അയച്ചു കൊടുക്കാം. വളരെ എളുപ്പമാണ് ഇൻവോയ്സ് ചെയ്യാം. നമുക്ക് എല്ലാ കാര്യങ്ങളും പർച്ചേസ് പോസ്റ്റ് ചെയ്യാം, റിസീറ്റ്, പേയ്മെൻറ്റും ഒക്കെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. നിങ്ങൾ എവിടെയാണോ അതിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഈ മൊബൈലിൽ ഒരു നമ്പറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യാൻ താഴെ വരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറും രാജ്യവും ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇത് ഏത് രാജ്യത്തിരുന്നുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവിടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുത്തെ എൻ്റെ നമ്പർ യൂസ് ചെയ്യാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവും. OTP ചിലപ്പോൾ ചോദിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ വേറെ മൊബൈലിൻ്റെ നമ്പറാണ് ഉപയോഗിക്കണമെങ്കിൽ OTP ചോദിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസാണ് വരിക. ഒരു സാമ്പിൾ ഇൻവോയ്സും ഇങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കമ്പനിയുടെ പേര് കറക്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു കമ്പനി ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് എഡിറ്റ് ചെയ്താൽ മതി. എൻ്റെ കമ്പനി ഓൾറെഡി ഓട്ടോമാറ്റിക് വന്നതുകൊണ്ട് ഞാൻ ആ കമ്പനി എൻ്റെ പേരിലാണ് അത് വന്നിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യാം. എൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഇത് എഡിറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ പേരാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ കമ്പനി ആ കമ്പനിയുടെ പേര് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക. നിങ്ങൾക്ക് പിന്നെ ബിസിനസ് അഡ്രസ്സ് കൊടുക്കാം, പിന്നെ എന്ത് ബിസിനസ്സാണ് അത് കൊടുക്കാം, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്താണോ അത് കൊടുക്കാം, TRN കൊടുക്കാം, ബിസിനസ് ടൈപ്പ് കൊടുക്കാം, അതിൽ സെലക്ട് ചെയ്യാം. ഹോൾസെയിൽ റീറ്റെയിൽ എന്താണെന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയുടെ പേര് മുകളിൽ നിങ്ങൾക്ക് വന്നിട്ട് കാണാം. ഇതിവിടെ സെലക്ട് ചെയ്താണ് എൻ്റെ കമ്പനി കാണാം, കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഫസ്റ്റ് പേജ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻവോയ്സ് ആണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ 3 ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓൾ പാർട്ടീസിൽ പോവാം. ഓൾ പാർട്ടീസിൽ തന്നെയാണ് നമ്മൾ ഇൻവോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നതും സപ്ലയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആഡ് പാർട്ടി കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കസ്റ്റമറെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ABC എന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ABC ജസ്റ്റ് ഒരു സാമ്പിൾ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിക്കാം, C-ABC എന്നോ. കാരണം എല്ലാം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിനുവേണ്ടി അങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഫോൺ നമ്പർ കൊടുക്കാം, അവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം, അവരുടെ ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കാം, ടാക്സിൻ്റെ നമ്പർ കൊടുക്കാം. അവർക്ക് എന്തെങ്കിലും ബാലൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം, പേ അങ്ങോട്ടാണോ ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിലും അതും കൊടുക്കാം. എല്ലാം നിങ്ങൾക്ക് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കസ്റ്റമറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഇൻവോയ്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഓപ്ഷൻ കാണിക്കും, സെയിൽ, പർച്ചേസ്, പേയ്മെൻറ്റ്, അങ്ങനെയും ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇവിടെയും ഉണ്ട്. നമ്മൾ ഓരോന്ന് 1 by 1 ആയി നോക്കാം. ഓൾ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമറെ പിന്നെ സപ്ലയറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഐറ്റംസ് എത്ര നമ്മുടെ അടുത്ത്, ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എന്താണോ നമ്മൾ സപ്ലൈ ചെയ്യണത്, പെന്നാണെങ്കിൽ പെന്ന്, ഇത് സെലക്ട് യൂണിറ്റ് അടിക്കുക. അതിപ്പോൾ നമുക്ക് നമ്പറാണോ ബോട്ടിലാണോ പെൻ എന്താണോ ഒരു ബോക്സ് ആണോ ഒരു ബോക്സ്, അതങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അത് അങ്ങനെ അതിന് ഐറ്റംസ് നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈ ബിസിനസ് ഡാഷ്ബോർഡ് എന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ ഇത് നമ്മുടെ കമ്പനിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡ്, സ്റ്റോക്ക് എത്രയുണ്ട്, ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, അങ്ങനെ ടോട്ടൽ എല്ലാം പെട്ടെന്ന് ഓരോ വാല്യൂസും നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പർപ്പസ്. അടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽസ് എത്രയുണ്ട് ഈ മാസം, പർച്ചേസ് എത്രയുണ്ട്, അങ്ങനെ എല്ലാ റിപ്പോർട്ടും നമ്മൾ നോർമൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടും ഇതിലും കാണാൻ പറ്റും. നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻ കാണാൻ പറ്റും, ഡേ ബുക്ക്,
ക്യാഷ് ഫ്ലോ, ബാലൻസ് ഷീറ്റ്, പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപാട് റിപ്പോർട്ടുകൾ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് സെയിൽ. നമ്മളിപ്പോൾ സെയിൽസ് ഇൻവോയ്സ് ചെയ്യണം, പേയ്മെൻ്റ് ഉണ്ട്. സെയിൽസ് സംബന്ധമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ വരിക? സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും, ചിലപ്പോൾ റിട്ടേൺ ആവാം, അതാണ് സെയിൽസ് റിട്ടേൺ. ചിലപ്പോൾ നമ്മൾ പ്രൊഫോമ ഇൻവോയ്സോ കൊട്ടേഷനോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ഡെലിവറി നോട്ട് ഉണ്ടെങ്കിൽ അത്, അതൊക്കെ ഇതിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെയിൽസ് ഇൻവോയ്സ് ആണ്, സെയിൽസ് ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ സാമ്പിൾ ഇൻവോയ്സ്. നിങ്ങളിവിടെ ആഡ് സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ABC കസ്റ്റമർ. അത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആഡ് പാർട്ടി കൊടുത്തിട്ട് പുതിയ കസ്റ്റമർ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആഡ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു ഇൻവോയ്സ് വേണമെന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമ്മൾ ABC എന്ന് അടിക്കുക. ആഡ് ഐറ്റംസ് നമുക്ക് പെന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുഡ് എന്തെങ്കിലും. ക്വാണ്ടിറ്റി, ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റിയാണ്, 2 ക്വാണ്ടിറ്റി. ഓക്കെ, പ്രൈസ് നമ്മൾ 20 രൂപ ഇട്ടു. ഓക്കെ, 20 രൂപ, 40 രൂപ. ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യാം. അപ്പോൾ ഐറ്റംസ് വന്നു. ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റമർ അഡ്വാൻസ് ഫുള്ള് തന്നതാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ ബാലൻസ് ഒന്നും കാണില്ല. ഇനിയിപ്പോൾ നമ്മളൊരു 10 രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ 10 രൂപ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ഡ്യൂ, അതായത് 10 രൂപ നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്, ബാലൻസ് ഇത്രയേ ഉള്ളൂ എന്ന് കാണും. എന്നിട്ട് സേവ് ചെയ്യുന്നത് നമ്മുടെ ഇൻവോയ്സ് റെഡിയായി. ഇത്രയേ ഉള്ളൂ ഇൻവോയ്സ് ചെയ്യാനുള്ള ഇത്. നമുക്ക് ഇവിടെ നമ്മുടെ ലോഗോ ചെയ്യാൻ പറ്റും. ഇൻവോയ്സിൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ലോഗോ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ചെയ്യാം. അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കമ്പനി എഡിറ്റിങ്ങിലെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ്. ഇതിപ്പോൾ ഞാൻ STP അക്കൗണ്ടിംഗ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേരിട്ടിരിക്കുന്നത്. ആ പേര് വന്നു. എൻ്റെ ഫോൺ നമ്പർ മാത്രമേ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മുടെ കമ്പനി അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്താൽ അതൊക്കെ വരും. പിന്നെ ഇൻവോയ്സിൻ്റെ നമ്പർ വന്നു, പിന്നെ ഡേറ്റ് വന്നു, പിന്നെ ബിൽ ടു കസ്റ്റമർ, ABC കസ്റ്റമറാണ്. കസ്റ്റമറുടെ ഡീറ്റെയിൽസ് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരും. പിന്നെ പെൻ 2, 20, 40. പിന്നെ നമ്മൾ 10 രൂപ അഡ്വാൻസ് കിട്ടിയത് കാണിച്ചുകൊണ്ട് അഡ്വാൻസ് കണ്ടു. അങ്ങനെ എല്ലാം കാണിച്ചിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് ഇവിടെ ചെയ്യിക്കാം, അതാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഓൺ സിഗ്നേച്ചർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ല ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് ഇൻവോയ്സ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇൻവോയ്സിലെത്തി. ഇനി അടുത്ത പർച്ചേസിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ സെയിം തന്നെ. പർച്ചേസ് നമുക്ക് പർച്ചേസ് ബിൽ എൻ്റർ ചെയ്യാം. ഇതുപോലെ തന്നെ പർച്ചേസ് ബിൽ എൻ്റർ ചെയ്യാം, എമൗണ്ടും കാര്യങ്ങൾ. പർച്ചേസ് ഔട്ട്, പിന്നെ പർച്ചേസ് ഔട്ട് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഔട്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അത് പോസ്റ്റ് ചെയ്യാം. പർച്ചേസ് റിട്ടേൺ ചെയ്യാം, പർച്ചേസ് ഓർഡർ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. എക്സ്പെൻസ് പോസ്റ്റ് ചെയ്യാം, അതുപോലെ കമ്പനിയുടെ എക്സ്പെൻസുകൾ പോസ്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് എക്സ്പെൻസ് ഒറ്റ ഇതേ ഉള്ളൂ, അതാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ പോകുന്നത്. അതുപോലെ ക്യാഷ് ആൻഡ് ബാങ്കിൽ വരുന്ന ക്യാഷ് കാര്യങ്ങളൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ചെക്ക്, ഇതൊക്കെ അറിയാം. പിന്നെ ഓൺലൈൻ സ്റ്റോർ, അത് ഓൺലൈനിൽ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ്, നമുക്കിതിൽ സെറ്റിങ്സിൽ പല മാറ്റങ്ങളും നമുക്ക് വരാം. ലാംഗ്വേജ് മാറ്റാം, ഡേറ്റ്, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. പാർട്ടീൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതിലൊരു റിപ്പോർട്ടുണ്ട്. നിങ്ങളിത് റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയിൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഉണ്ടോ എന്നറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു ഇൻവോയ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് 40 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ ഈസി ആയിട്ട് ഒരു ഷോപ്പ് നടത്തുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഡാറ്റകളും നിങ്ങളുടെ സെയിൽ, പർച്ചേസൊക്കെ ചെയ്യാം, നിങ്ങളുടെ പ്രോഫിറ്റ് അറിയാം, ഇൻവോയ്സ് അറിയാം. ഇത് നിങ്ങളെപ്പോഴും ഈ ബാക്കപ്പ് റീസ്റ്റോർ ഉണ്ട്, നിങ്ങൾ ഇതിൽ ബാക്കപ്പ് ടു ഫോൺ, ബാക്കപ്പ് ടു ഇമെയിൽ, അത് ഇടയ്ക്ക് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി ബാക്കപ്പ് ടു ഇമെയിലിലേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ മിസ്സാവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആവുകയോ എന്ത് ചെയ്താലും നിങ്ങളുടെ ഡാറ്റ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.